സിനിമാ നടനും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപി കലിംഗ് സംവാദം പരിപാടിയിൽ പറഞ്ഞ ചില വാക്കുകളിൽ ബി.ജെ.പി. പ്രവർത്തകർ രോഷം പ്രകടിപ്പിച്ച് പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നത് വലിയ വിവാദമായിരിക്കുകയാണ്. തൃശൂർ വാരന്തപ്പിള്ളിയിലാണ് സംഭവം നടന്നത്. ഒക്ടോബർ 18-നാണ് വാരന്തപ്പിള്ളി പഞ്ചായത്തിലെ 4-ാം വാർഡിൽ കലിംഗ് സംബന്ധമായ സദസ്സ് നടന്നത്. ഈ വാർഡ് ബി.ജെ.പി. ഭരിക്കുന്നതുമാണ്. പരിപാടിക്കിടെ നാട്ടുകാരനായ പ്രസാദ് എംപിയോട് കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ചു സംസാരിച്ചു. അതിന് സുരേഷ് ഗോപിയുടെ മറുപടി പ്രസാദിന് അപമാനകരമായിരുന്നു. അത് ഇവിടെ പറയേണ്ട കാര്യമല്ല, അതെന്റെ പരിധിയിലല്ല എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. ഇതാണ് സംഘർഷത്തിന് കാരണമായത്. ഈ സംഭവത്തിന് ശേഷം പ്രസാദ്, രാജശ്രീ, സുമേഷ്, ശാലിനി എന്നിവരും അവരുടെ കുടുംബാംഗങ്ങളും അടക്കം 3 കുടുംബാംഗങ്ങൾ ബി.ജെ.പി. വിട്ട് കോൺഗ്രസിൽ ചേർന്നു. കെ.പി.സി.സി. അംഗം നിഖിൽ ദാമോദറാണ് ഇവർക്ക് കോൺഗ്രസ് അംഗത്വം നൽകിയത്. പ്രസാദ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്, സുരേഷ് ഗോപിക്ക് ജനങ്ങളെക്കുറിച്ച് താല്പര്യമില്ല, അദ്ദേഹത്തിന് വേണ്ടത് വരുമാനമാണെങ്കിൽ എം.പി. ആയിരിക്കാൻ എന്ത് കാര്യം? മന്ത്രിയായാൽ പല ഫണ്ടുകൾ ലഭിക്കും, അതുപയോഗിച്ച് തൃശൂർ വികസിപ്പിക്കാമായിരുന്നു. എന്നാൽ അതിനും താല്പര്യമില്ല. ഞങ്ങൾ അദ്ദേഹത്തിന്റെ പ്രജകളല്ല. രാഹുൽ ഗാന്ധിയെ പോലെ സാധാരണ ജനങ്ങളോടൊപ്പം ചായക്കടയിൽ പോകാൻ അദ്ദേഹത്തിന് പറ്റില്ല എന്നായിരുന്നു പ്രസാദിന്റെ വിമർശനം. എന്നാൽ ബി.ജെ.പി. ഈ ആരോപണങ്ങൾ മുഴുവനും തള്ളി. ഇത് വ്യാജ വാർത്തയാണ്, സുരേഷ് ഗോപിയെ അപകീർത്തിപ്പെടുത്താനുള്ള കോൺഗ്രസിന്റെ നീക്കമാണെന്നാണ് ബി.ജെ.പിയുടെ മറുപടി. വാരന്തപ്പിള്ളി മണ്ഡലം കോൺഗ്രസ് ഐ എന്ന ഫേസ്ബുക്ക് പേജിൽ പ്രസിദ്ധീകരിച്ച പോസ്റ്റാണ് വിവാദത്തിന് തുടക്കമായത്. വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്ന പ്രിയപ്പെട്ട സ്നേഹിതർക്ക് സ്വാഗതം എന്ന കുറിപ്പിനൊപ്പം ചിലരുടെ ചിത്രങ്ങളും ചേർത്തായിരുന്നു പോസ്റ്റ്. ഇതാണ് മാധ്യമങ്ങൾ ഏറ്റെടുത്ത് വാർത്തയായി പ്രചരിപ്പിച്ചത്. ബി.ജെ.പി. പറയുന്നത് ആ ചിത്രങ്ങളും പോസ്റ്റും വ്യാജമാണ്, ആ പ്രവർത്തകർ പാർട്ടി വിട്ടിട്ടില്ല, സുരേഷ് ഗോപിയുടെ ജനപ്രീതി തകർക്കാൻ നടത്തുന്ന ശ്രമമാണിത്. സംഭവത്തെ ചുറ്റിപ്പറ്റി പ്രദേശത്ത് രാഷ്ട്രീയ ചൂട് ഉയർന്നിരിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ ഓഫീസ് ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമില്ല. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.